മഹാമയനായ ഭീഷ്മപിതാമഹൻ വീണപ്പോൾ കർണൻ സർവ്വസൈന്യാധിപനായി വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ദ്രോണരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഭീഷ്മർ യുദ്ധക്കളത്തിൽ മരിച്ചില്ല. മരണം എപ്പോഴും ആകാമെന്ന നിലയിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞു. ദ്രോണാചാര്യർ സ്ഥാനമേറ്റപ്പോൾ യുധിഷ്ഠിരനെ ജീവനോടെ തടവുകാരനായി ഏൽപ്പിക്കാമെന്ന് വാക്കുകൊടുത്തതായി ചാരന്മാർ പറഞ്ഞു. യുധിഷ്ഠിരനെ രക്ഷിച്ച് യുദ്ധം ചെയ്യുവാൻ എല്ലാവരും നിശ്ചയിച്ചു. അപാരജ്ഞത്തിൽ 3 ഖണ്ഡങ്ങളിൽ മാറി മാറി യുദ്ധം ചെയ്ത ഞാൻ വീണ്ടും ഭഗദത്തനുമായി ഘോരമായി ഏറ്റുമുട്ടി. തേരിൽ ഞാൻ ദുർബലനാണെന്ന് കണ്ട് അയാൾ വീണ്ടും യുദ്ധം മന്ദം കൊണ്ട് ചിഹ്നം വിളിക്കുന്ന കൊമ്പനാനയെ കൂടെ പുറത്തിരുന്നാണ് വന്നത്. ചെറുകിടക്കാർ പലരും മരിച്ചു വീണു. എല്ലാ ഖണ്ഡങ്ങളിലും ഉഗ്രയുദ്ധം നടക്കുന്ന ദിവസം. കർണൻ പടക്കളത്തിലുണ്ട്. മുന്നണിയിൽ ദ്രോണാചാര്യർ തന്നെ. യുധിഷ്ഠിരൻ ഒറ്റപ്പെട്ടിരിക്കുമെന്ന് ഭയന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷ ഞാൻ ആവശ്യപ്പെട്ട് ഭഗദത്തനെ അർജുനൻ ഏറ്റെടുത്തു. എന്ത് സംഭവിച്ചാലും യുധിഷ്ഠിരൻ തടവുകാരനാകുവാൻ ഇടവരുത്തരുത്. ദൃഷ്ടദ്യുമ്നൻ ദക്ഷിണഖണ്ഡത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോഴാണ് യുധിഷ്ഠിരന്റെ സഹായത്തിന് ഞാൻ പോയേ പറ്റൂ എന്ന് അർജുനൻ നിർബന്ധിച്ചത്. ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആപത്ത് മനസ്സിലാക്കി ബുദ്ധിപൂർവം യുധിഷ്ഠിരൻ കൈനിലയിലേക്ക് മടങ്ങുകയായിരുന്നു. കൂടാരത്തിനടുത്തെത്തിയപ്പോൾ വാദ്യഘോഷങ്ങൾ കേട്ടു. യുധിഷ്ഠിരൻ തിരിച്ചെത്തിയതിൻ്റെ സൂചനയാണ്. മറ്റു ഖണ്ഡങ്ങളിലെ വാർത്തകൾ അറിയാൻ രാജശിബിരത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വാദ്യാഘോഷങ്ങളുടെ പിൻപേ തുടങ്ങിയ മൃതശങ്കീര വീണനാദങ്ങൾ ദുശകരം പോലെ പെട്ടെന്ന് നിലച്ചു. ഞാൻ യുധിഷ്ഠിരന്റെ സമീപത്തെത്തുവാൻ വേണ്ടി തേരിൽ നിന്ന് ഇറങ്ങി നടന്നു. യുധിഷ്ഠിരൻ സ്തബ്ധനായി നിൽക്കുന്നു. ഉത്തരഖണ്ഡത്തിൽ നിന്ന് വന്ന ഭടന്മാർ വാർത്ത അറിയിച്ച് ദുഃഖിതരായി കടന്നുപോയി. അഭിമന്യു മരിച്ചു. ഭടന്മാർക്ക് അത്രയെ പറയാനുള്ളൂ. അഭിമന്യു മരിച്ചു. ദൃഷ്ടദ്യുമ്നനും സാത്വികയും വന്നപ്പോഴാണ് യുദ്ധത്തിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നത്. യുധിഷ്ഠിരനെ പിടിക്കുവാൻ ചക്രാകൃതിയിൽ വ്യൂഹം ചമച്ച് അടുപ്പിക്കുകയായിരുന്നു ദ്രോണാചാര്യർ. അവരുടെ വ്യൂഹം തകർക്കുന്നത് ഒരാവശ്യമായി വന്നപ്പോൾ അകത്ത് കയറി യുദ്ധം ചെയ്യുവാൻ താൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് അഭിമന്യു കൂസലില്ലാതെ ഏറ്റെടുത്തു. അഭിമന്യു അകത്ത് കയറിയ ഉടനെ പാർശ്വങ്ങളിൽ വന്നവർക്ക് ഇട കൊടുക്കാതെ ജയദ്രഥൻ ഒറ്റത്തേരിൽ വന്ന അഭിമന്യുവിനെ കുടുക്കി. ഇരുവശവും മുന്നിലും കടക്കുവാൻ യുദ്ധമുറ അനുസരിച്ചുള്ള സഹായികളില്ലാത്ത നിലയിൽ അഭിമന്യുവിനെ മഹാമയനായ ദ്രോണാചാര്യ, കൃപാചാര്യ, അശ്വത്ഥാമ, കർണൻ, ശല്യൻ എന്നിവർ വളഞ്ഞു. അവർക്ക് പിന്തുണ നൽകുവാൻ ആളുകൾ നിരവധി ഉണ്ടായിരുന്നു. തേരും കുതിരയും നഷ്ടപ്പെട്ട അഭിമന്യു വെറും നിലത്തു നിന്ന് പൊരുതി. അമ്പും വില്ലും നഷ്ടപ്പെട്ടപ്പോൾ വാളും ഗദയും അവസാന തേർചക്രവും എടുത്ത് യുദ്ധം ചെയ്തു. ഒടുവിൽ ബോധം കെട്ട് വീണപ്പോൾ ആരോ തലക്കടിച്ചു കൊന്നു. തലക്കടിച്ചു കൊന്നത് ദുശാസനന്റെ മകൻ സമപ്രായക്കാരനായ ലക്ഷ്മണനായിരുന്നു അത്രേ. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അവസാനം തലക്കടിച്ചു കൊന്നവനെ പറ്റിയല്ല ഞാൻ ആലോചിച്ചത്. തേരും കുതിരയും നഷ്ടപ്പെട്ടും വെറും നിലത്ത് നിന്നവരോട് 6 പേർ, ദ്രോണരും കൃപരും അടക്കം 6 പേർ. സാക്ഷാൽ കർണനും ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ടും ഒറ്റയ്ക്ക് അഭിമന്യു പോരുന്നു. അഭിമന്യുവിന്റെ യുദ്ധപരാക്രമണങ്ങളായിരിക്കും ഇന്ന് ശത്രുപാളയത്തിൽ മാഗധർ പാടുന്നതെന്ന് സാത്വികയുടെ സേനാധിപതി പറഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ ഓർമ്മിപ്പിച്ചു, എല്ലാവരും എല്ലാ ധർമ്മയുദ്ധ നിയമങ്ങളും ലംഘിച്ചു. ഇപ്പോൾ ദ്രോണാചാര്യരും കൃപരും കൂടി. അവരെക്കാൾ മ്ലേച്ഛനാണ് ആ ജയദ്രഥൻ. ഏത് കാട്ടാളിനും അനുവദിക്കുന്ന പ്രാഥമിക മുറ ആദ്യം തെറ്റിച്ചത് ജയദ്രഥനാണ്. ഞാൻ നിശബ്ദനായിരിക്കുന്നത് ജ്യേഷ്ഠനെ നോക്കി. അവൻ, ആ ജയദ്രഥൻ, എൻ്റെ മുമ്പിൽ തടവുകാരനായി നിന്നതാണ് വധശിക്ഷ അർഹിക്കുന്ന കുറ്റത്തിന്. കുറ്റം എന്താണെന്ന് പറഞ്ഞാൽ താങ്കളും ഈ ജ്യേഷ്ഠനും വാക്കു കൊടുക്കില്ല. വിട്ടയച്ചു. വിട്ടയക്കാൻ നിർബന്ധിച്ചത് ജ്യേഷ്ഠനാണ്. ധർമ്മനീതിയോ ദൂതദയോ പറഞ്ഞു. യുധിഷ്ഠിരൻ മിണ്ടിയില്ല. അപ്പോൾ കൃഷ്ണനും അർജുനനും പുറത്തു കടന്നു വന്നു. ഞാൻ കൃഷ്ണന്റെ കരിവാളിച്ച മുഖം കണ്ടു. സ്വന്തം ചോരയും കുടുംബവുമാവുമ്പോൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ നാം മറക്കുന്നു. വിവരമറിയാത്ത ഒരു പുതിയ മാഗധ സംഘം സംഗീതോപകരണങ്ങൾ ശബ്ദിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിർത്തുവാൻ പറയൂ. അർജുനന്റെ മുഖത്ത് നോക്കുവാൻ എനിക്ക് പ്രയാസം തോന്നി. തീകുണ്ടത്തിന് സമീപം ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന് അയാൾ ഇരിയുന്ന കനകളിലേക്ക് നോക്കി. ഭഗദത്തന്റെ പതനമൊന്നും അഭിമന്യുവിന്റെ നഷ്ടം തീർക്കുവാൻ പോകുന്ന സംഭവമല്ല. ആർക്കും ഒന്നും പറയുവാനില്ല. അശരീരികൾ കണ്ടു നിന്നുകൊണ്ടുന്ന യുദ്ധം ഇനി ആരെങ്കിലും വർണ്ണിക്കുവാൻ തുടങ്ങും. ആരും ധൈര്യപ്പെട്ടില്ല. അഭിമന്യുവിന്റെ ധീരതയെ പുകഴ്ത്തിയിട്ടും ശത്രുക്കളുടെ ക്രൂരതയെ ശപിച്ചിട്ടും കാര്യമില്ല. അഭിമന്യു അന്തരിച്ചു. ഞാൻ പുറത്തു കിടന്നു. ശിബിരത്തിൽ നിന്ന് പുറത്ത് നേരത്തെ ഇരുട്ടിലെ നിശബ്ദതയിൽ തനിയെ നിന്നപ്പോൾ ആദ്യമായി മരിച്ച ഒരാളെ ഓർത്തുള്ള ദുഃഖം എൻ്റെ മനസ്സിൽ താങ്ങാനാവാത്ത ഭാരം പോലെ വളർന്നു. എന്നും കൂടാരത്തിലേക്ക് ഒരുമിച്ച് പോകാറുള്ള ആ വഴിയിൽ ഞാൻ തനിയെ നിന്നു. മന്ദഹസിക്കുന്ന അഭിമന്യുവിൻ്റെ കണ്ണുകൾ, വല്യച്ഛ എന്നുള്ള വിളി,
ആ വിളി ഓർത്തപ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞു. മഹാബലനായ ഭീമൻ കരയുവാൻ പാടില്ല. ഞാൻ കൂടാരത്തിലേക്ക് തിരിയുന്നതിന് പകരം ഒഴിഞ്ഞ യുദ്ധഭൂമിയിലേക്ക് നടന്നു. നദീതീരത്തിലെ കുറ്റിക്കാടുകളിൽ നിന്നും ഇറങ്ങി വന്ന കുറുനരികൾ ഓരിയിട്ടു. നീക്കം ചെയ്യുവാൻ വിട്ടുപോയ മൃതദേഹം എവിടെയോ കണ്ടെത്തിയ ആഹ്ലാദം. അഴകുന്ന മാംസത്തിൻ്റെ കട്ട പിടിച്ച ചോരയുടെ മണം കഴുകന്മാരുടെ ചിറകടിയിൽ വായുവിൽ പുളഞ്ഞു നടന്നു. മരണത്തെപ്പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. ഉത്തരൻ മരിച്ചപ്പോൾ വിരാടനെ ഞാൻ ഓർത്ത് സഹതപിച്ചു. എന്നിലെന്തോ മരിച്ചിരിക്കുകയാണിപ്പോൾ. ആത്മാവിൻ്റെ ഗ്രഹം മാറ്റി എനിക്കത് കാണുവാൻ കഴിയുന്നില്ലത് സത്യം. എൻ്റെ ബാല്യത്തിൽ മരണം കാലനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് ആചാര്യന്മാരിലോ മൃത്യുവിനെ പറ്റി പറഞ്ഞു. ബ്രഹ്മാവ് കോപം കൊണ്ട് സൃഷ്ടിച്ചവൾ സുന്ദരിയായ കന്യകയുടെ രൂപത്തിലാണ് അവൾ പിറന്നത്. സംഹരിക്കാൻ തനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്ന സുന്ദരിക്ക് ബ്രഹ്മാവ് ധൈര്യം കൊടുത്തു. കറുപ്പ് കലർന്ന ചുവപ്പ് നിറമുള്ളവൾ, ആഭരണങ്ങൾ അണിഞ്ഞവൾ, ഇളം ചുവപ്പ് മിഴികളും കടും ചുവപ്പ് ചുണ്ടുകളുമുള്ളവൾ, സർഭാഭരണങ്ങളും അണിഞ്ഞവൾ, സുന്ദരിയായ കന്യക മൃത്യു. കുരുക്ഷേത്രത്തിൽ അലഞ്ഞു നടക്കുവാൻ തുടങ്ങിയ സുന്ദരി ഇന്നെൻ്റെ ഒരംശം അപഹരിച്ചിരിക്കുന്നു. രാത്രി പിന്നെയും ഇരുണ്ടു. കഴുകന്മാർ എന്നെയും വട്ടമിടുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തകളിൽ നിന്നു നടന്നു. മടക്കയാത്രയിൽ പാഞ്ചാലിപുത്രരും സർവ്വദിനം പാർക്കുന്ന ശിബിരം കടന്ന് നദീതീരത്തിൻ്റെ നേർക്ക് നടന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന വലിയ രഥം കണ്ടു. കഴുകൻ കൊടിയടയാളമായുള്ള രഥം. തേർതട്ടിൽ നുകന്തട്ടിലേക്ക് കാൽ തൂക്കിയിട്ട് ആരോ ഇരിക്കുന്നു. ഘടോൽക്കജൻ തന്നെ. എന്നെ കണ്ടപ്പോൾ അയാൾ താഴ്ത്തിറങ്ങി. അഭിമന്യു പോയി. മരണം അവന് പ്രത്യേകിക്കുള്ള ഉത്സാഹം വളർത്തുന്ന ഒരു സംഭവം മാത്രമാണ്. അഭിമന്യുവിനോടായിരുന്നു എനിക്കും കൂടുതൽ അടുപ്പം. അയാൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കൊല്ലുന്നത്. ആചാര്യന്മാർ ഞങ്ങൾ കാട്ടാളരേക്കാൾ ഇഷ്ടം. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രി യുദ്ധത്തിനൊരുങ്ങുന്നു അത്രേ. നാളെ മുതൽ അതാണ് എനിക്ക് വേണ്ടത്. ഇരുട്ടുപോലെ പറ്റിയ ഒരു കവചം കിട്ടില്ല നിഷാദർക്ക്. ഘടോൽക്കജൻ ചിരിച്ചു. ഞാൻ നദീതീരത്തിലേക്ക് നടത്തം തുടരാതെ കൂടാരത്തിലേക്ക് തന്നെ മടങ്ങി. കാട്ടാളരേക്കാൾ കഷ്ടം. ഘടോൽക്കജൻ പറഞ്ഞ വാക്കുകൾ പോരുമ്പോഴേക്കും ഞാൻ ഓർത്തു. തിരിച്ചെത്തിയപ്പോൾ ദൃഷ്ടദ്യുമ്നൻ കാത്തു നിൽക്കുന്നു. മദ്യം കൊണ്ടുവന്ന കണ്ണുകൾ. യുദ്ധത്തിൻ്റെ തളർച്ച അയാളെ ഇനിയും ബാധിച്ചിട്ടില്ല. ദ്രോണരെ ഞാൻ വധിക്കും. ദുര്യോധനൻ മുന്നണിയിലേക്ക് വരില്ല. കഴിയുമെങ്കിൽ കർണനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കണം. അയാൾ ഒഴിഞ്ഞു മാറില്ല. കർണനെ അർജുനൻ വധിക്കുമെന്ന് ശബ്ദം ചെയ്ത കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. ശബ്ദങ്ങൾ ഇവിടെ സുലഭമായിരിക്കുന്നു. സൈനികർ കേൾക്കെ നാളെ അസ്തമിക്കും മുമ്പ് ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പടുവിഡ്ഢികളെ ശബ്ദം ചെയ്യും. അത് കേട്ടാണ് ഞാൻ വരുന്നത്. ആരാണ് ആരാണ്? അർജുനൻ തന്നെ. ഒരാളെ പടനിലത്ത് ഒളിപ്പിക്കുവാൻ എത്ര എളുപ്പമാണ്. അതറിയാതെ ശബ്ദം. ഇപ്പോൾ കൗരവിൽ നിന്ന് ചിരിക്കുകയാവും. അയാൾ പിന്നെയും കുറേ സമയമായിരുന്നു ഒന്നും സംസാരിച്ചില്ല. പിന്നെയും യാത്ര പറഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ദൃഷ്ടദ്യുമ്നൻ അകതെ അത്യന്തം അസ്വസ്ഥനാണ്. ഉറങ്ങും വരെ വിശോകൻ വാതിലിന് പുറത്ത് എനിക്ക് കാണാവുന്ന സ്ഥലത്ത് വെറുതെ ഇരിക്കുക പതിവായിരുന്നു. പാചകശാലയിൽ നിന്ന് വരുന്ന ആഹാരത്തിന് പുറമെ എനിക്ക് പ്രത്യേകമായി മാംസം കൊണ്ടുവരുവാൻ അയാൾ വേടന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ തന്നെയാണ് പാചകം ചെയ്തിരുന്നത്. അഭിമന്യുവിൻ്റെ മരണത്തിൽ പാചകശാലയിലുള്ളവർക്കവരെ ദുഃഖിക്കുന്നുവെന്ന് അയാൾ പറഞ്ഞു. ഭടന്മാരുടെ പാളയങ്ങളിൽ കൂടി ചിരിയും കളിയുമില്ല. ഞാനെല്ലാം കേട്ടിരുന്നു. പക്ഷേ ഒരു മരണവും പാളയത്തെ തളർത്തരുത്. എൻ്റെ മൗഢ്യഭാവം മാറ്റിനായിരിക്കാം. അയാൾ ചോദിച്ചു. കർണൻ്റെ വേലിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാനില്ലെന്ന് പറഞ്ഞു. പലരും പലതാണ് പറയുന്നത്. ഇന്ദ്രൻ പ്രത്യക്ഷനായി കൊടുത്ത ദിവ്യായുധമാണ് എന്നൊരു പക്ഷം. അംഗരാജ്യത്തെ ഒരു യന്ത്രശില്പി ഉണ്ടാക്കിയതാണെന്ന് വേറെ ചിലർ പറയുന്നു. അർജുനൻ നേടിയ വിശേഷപ്പെട്ട ആയുധങ്ങളും ഇന്ദ്രൻ കൊടുത്തതാണെന്നാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് ആളുകൾ പൂർണ്ണമായും വിശ്വസിക്കും. ഇന്ദ്രപുത്രനാണ് അർജുനൻ. കർണൻ്റെ വേലിനെ പറ്റി തുടക്കം മുതലേ വിരാടത്തിൽ നിന്ന് തന്നെ കേട്ടു തുടങ്ങിയതാണ്. തിരിച്ചെടുക്കുവാനാവാത്തതാണെന്ന് പറഞ്ഞിരുന്നു. കൃഷ്ണൻ്റെ ചക്രം തിരിച്ചെടുക്കാവുന്നതാണ്. മുക്തമോ അമുക്തമോ, കൈവിട്ടും വിടാതെയും പ്രയോഗിക്കുന്ന വേലുകളുണ്ട്. വിശോകം പറഞ്ഞു. യന്ത്രമുക്തമാണാണ് സാധ്യത. രഥത്തിൽ ഉറപ്പിച്ചത്. സാധാരണ വേലുണ്ടാക്കുവാൻ കർമാരൻ മതി. അംഗരാജ്യത്തിലെ യന്ത്രശില്പി വേറെയും പറഞ്ഞത് കേട്ടു. രഥത്തിൽ ഉറപ്പിക്കുന്ന യന്ത്രങ്ങളിൽ നിന്നാവും വിടുന്നത്. വിശോകൻ ഊഹിക്കുന്നത് അങ്ങനെയാണ്. അത്തരമൊന്നിനെപ്പറ്റി മുമ്പ് മയൻ പറഞ്ഞിരുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു. മുഖ്യ ശത്രുവിന് വേണ്ടി മാത്രം കരുതി വയ്ക്കുന്ന ചില ആയുധങ്ങളുണ്ട്. പിഴയ്ക്കാത്തവ. കൃഷ്ണന് ചക്രം, അശ്വത്ഥാമാവിൻ്റെ നാരായണാസ്ത്രം, അർജുനൻ്റെ കയ്യിലെ സർപ്പവിഷം നിറയ്ക്കുന്ന പാശുപതാസ്ത്രം. അങ്ങനെ പലർക്കും പലതുമുണ്ട്. വിഷം നിറച്ച വജ്രത്തിൻ്റെ വായ്ത്തല പിടിപ്പിച്ച വേലായിരിക്കുമെന്ന് വിശോകൻ സംശയിക്കുന്നു. ഒരാൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുവെങ്കിൽ അതായിരിക്കണം. ദേഹത്തിൽ കയറുന്നതോടൊപ്പം വായ്ത്തല ഊടി
പറിച്ചെടുക്കാനാവില്ല. മുറിവിന് ആഴമില്ലെങ്കിൽ കൂടി വിഷശക്തി കൊണ്ട് എതിരാളി മരിക്കും. മാർച്ചട്ട ഭേദിച്ച് കയറുന്നുവെങ്കിൽ യന്ത്രമുക്തമാവാനാണ് സാധ്യത. എല്ലാം വിശോകന്റെ ഊഹങ്ങളാണ്. അയാൾക്കൊരു ഗുണമുണ്ട്, വാദിക്കുന്നതും പ്രതിവാദം നടത്തുന്നതും അയാൾ തന്നെ. എന്നിട്ട് അയാൾ ഒരു തീരുമാനത്തിലെത്തും. ഞാൻ പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ നാളെ തന്നെ അത് പുറത്തെടുക്കേണ്ടി വരും. പരമശത്രുവായ അർജുനന് കരുതി വെച്ചതാണ് ഈ പുതിയ ആയുധമെന്ന് എല്ലാവർക്കും അറിയാം. നാളെ കർണനെ നേരിടുന്നത് ഞാനായിരിക്കുമെന്നും എനിക്ക് ദിവ്യായുധങ്ങൾ വേണ്ട, വെറും കൈകൾ മതി. വിശോകൻ എന്നെ കുറിച്ചിട്ട് ഇമ വെട്ടാതെ നോക്കി. പിന്നെ നെടുവേർപ്പെട്ട് തലകുനിച്ചു. ജയദ്രഥനെ മറച്ചുകൊണ്ട് കൗരവർ പിറ്റേന്ന് യുദ്ധം ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരോടേറ്റപ്പോൾ ദുര്യോധനന്റെ വ്യൂഹം ഭേദിച്ച് അകത്തേക്ക് കയറുവാൻ ശ്രമിക്കുകയായിരുന്നു അർജുനൻ. കർണൻ ദുര്യോധനന്റെ പിൻനിരയിൽ നിന്ന് ദ്രോണരുടെ യുദ്ധരംഗത്തേക്ക് കുറുകെ തേരോടിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ മുമ്പോട്ടാഞ്ഞു കയറി എതിർവശത്ത് നിലയുറപ്പിച്ചു. അർജുനന്റെ സഹായത്തിന് എത്തുകയാണ് ഞാനെന്ന് കർണൻ കരുതിയിരിക്കും. ഉറക്കെ അയാൾ വിളിച്ചു ചോദിച്ചു, ഓടിപ്പോകുന്നുവോ ഭീരു വൃഗോദര? തുടർന്ന് അയാളുടെ പാർശ്വയുദ്ധക്കാരുടെ ചിരി കേട്ടു. മയിൽപ്പീലി കൊണ്ട് ചിറകുവെച്ച കർണന്റെ അമ്പുകൾ ശവന്തീനി പക്ഷികളെപ്പോലെ എൻ്റെ ചുറ്റും പാറി നടന്നു. അർദ്ധചന്ദ്രശിരസും സർപ്പശിരസുമുള്ള അസ്ത്രങ്ങൾ ചിലത് എൻ്റെ മാർച്ചട്ടയിൽ വീണ് തറച്ചു. പരുന്തൻ തൂവൽക്കുൾ കിട്ടിയ അമ്പുകൾ കൊണ്ട് കർണന്റെ വശം കെടുത്തുവാൻ ഞാനും പൊരുതി. ഒഴിഞ്ഞ ആവനാഴി വിശോകൻ നിറച്ചുകൊണ്ടിരുന്നു. അസ്ത്രപന്തയങ്ങൾക്കറിയില്ല, എങ്കിലും ധനുർവേദം ക്ഷത്രിയന്റെ രക്തത്തിലുള്ളതാണെന്ന് ഇന്ന് ഈ സൂതപുത്രൻ അറിയണം. 3 തവണ വില്ലുമാറുവാൻ അയാളുടെ പാർശ്വതികൾ യുദ്ധമുറയനുസരിച്ച് സമയം ചോദിച്ചു. ക്ഷീണിക്കുന്നത് മഹാരഥി കർണനോ ഗദായുദ്ധക്കാരൻ ഭീമനോ എന്ന് ഇന്നെനിക്കറിയണം. ക്ഷീണിതനായ കർണന്റെ സഹായത്തിന് ഓടിയെത്തിയ കൗരവർ അമ്പേറ്റു വീണത് കണ്ടപ്പോൾ കർണൻ അത്ഭുതപ്പെട്ടു എന്ന് തോന്നി. ഞാൻ പരിഹരിച്ചില്ല. വാക്കുകൾ കൊണ്ട് യുദ്ധത്തിൽ എന്നേക്കാൾ വിദഗ്ധനാണ് കർണനെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ദ്യൂതസഭയിലും വാക്കുകൾ വ്യാഖ്യാനങ്ങളുമായി ജയിച്ചു നിൽക്കുന്നത് കർണനായിരുന്നല്ലോ. 4ാമത്തെ വില്ലുമായി നിന്ന കർണനോട് ഏറ്റുമുട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, ദ്വന്ദ്വയുദ്ധമാകാം, നമ്മൾ 2 പേർ മാത്രം, ആയുധം ഇഷ്ടമുള്ളത്. അതിന് മറുപടിയായി എയ്ത അമ്പുകളിലൊന്ന് എൻ്റെ കഴുത്ത് രസിക്കൊണ്ട് പിന്നിൽ രഥത്തിൽ തറച്ച് വിറച്ചുകൊണ്ട് നിന്നു. ഞങ്ങൾക്കിടയിലെ ദൂരം കുറയും. എനിക്ക് കൂടുതൽ കൈകളുണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചുപോയി. ഇതായിരിക്കാം കുരുക്ഷേത്രത്തിലെ അവസാനത്തെ എൻ്റെ യുദ്ധമെന്ന് ഉറപ്പിച്ച് ഞാൻ അലറി. 8 കൈകൾ നീട്ടുന്ന അമ്പുകൾ വിജൃംഭിച്ച ഞാളിൽ നിന്ന് തുടർച്ചയായി മൂടിപ്പറന്നു. ഒരു കൈ കൊണ്ട് തേരിൻ്റെ തൂണിൽ പിടിച്ച് തളർന്നു നിൽക്കുന്ന കർണനെ കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ 10 പദമിയുടെ മുമ്പിലേക്ക് കിട്ടിയാൽ എൻ്റെ അസ്ത്രം കണ്ടത്തിൽ വീഴ്ത്തും. എതിരാളി വീണ്ടും യുദ്ധസന്നദ്ധനായിരിക്കുന്നു. നിയമം ഞാൻ ലംഘിക്കുന്നില്ല. വധം അടുത്ത വിനാഴികയിൽ നടക്കും. എൻ്റെ വിരൽത്തുമ്പുകളിൽ കങ്കത്തൂവൽ കെട്ടിയ നീണ്ട നാരജം നിറച്ചു. ഇപ്പോൾ വിശോകം പറഞ്ഞു, അരുത്, കൊല്ലരുത്. അപ്രതീക്ഷിതമായ ഒരു വിലാപം പോലെ ഞാനത് കേട്ടു. അത്ഭുതത്തോടെ ക്രോധത്തോടെ ഞാൻ അയാളെ ഒന്ന് നോക്കി. വളരെ പതുക്കെ വിശോകം പറഞ്ഞു, കൊല്ലരുത്, മഹാപാപമാണ്. അത് സ്വന്തം ജ്യേഷ്ഠനാണ്, സൂതപുത്രനല്ല, കുന്തിദേവി പെറ്റ ആദ്യത്തെ മകൻ. വിശ്വാസം വരാതെ ഞാൻ നോക്കി. വാക്കുകൾ ഇയാൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന്. മൂത്ത പാണ്ഡവനാണ് കർണൻ. ഞാൻ പെട്ടെന്ന് വീര്യം നശിച്ച് തേർത്തട്ടിൽ തളർന്നു നിന്നു. പിന്നെ ഇരുന്നു. ആവേശം തിരിച്ചെടുത്ത കർണൻ ഞാൻ പരവശനായിരിക്കുന്നത് കണ്ടപ്പോൾ ആർത്തു വിളിച്ച് തേരടുപ്പിച്ച് കടുത്ത പരിഹാസമാണ് തൊടുത്തത്. എടോ വിട്ടി, ആണും പെണ്ണുമല്ലാത്തവനെ, നിനക്ക് പറ്റിയ സ്ഥലമല്ല യുദ്ധക്കളം. വില്ലിൻ തുമ്പുകൊണ്ട് എൻ്റെ ചുമലിൽ കുത്തി തേരിൽ നിന്ന് തലപുറത്തേക്ക് നീട്ടി കർണൻ പറഞ്ഞു, ഒരാളെ മാത്രമേ കൊല്ലൂ എന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് നിന്റെ അമ്മയ്ക്ക്. അത് നീയല്ല, ഓടി ഒളിച്ചു, നീയും നിന്റെ പെരുവയറും ഊശാന്താടി. കർണൻ അവജ്ഞയോടെ വാക്കുകൾ തുപ്പിയത് ഞാൻ മുഴുവനും കേട്ടു. പരിഹാസം കൊണ്ട് വികൃതമായ ആ മുഖം ഞാൻ ഞൊടിയുടെ മാത്രം കണ്ടു. വിശോകൻ തിരിച്ചു. അർജുനന്റെ പിൻബലമായി ചെന്നു പറ്റിയതിനിടയ്ക്ക് വിശോകം പറഞ്ഞു, എൻ്റെ ചോദിക്കാത്ത സംശയത്തിന് മറുപടി എന്നോണം. കന്യകയായിരിക്കുമ്പോൾ സൂര്യഭഗവാനിൽ നിന്ന് പിറന്ന മകൻ യുദ്ധത്തിന് മുമ്പ് പാണ്ഡവപക്ഷത്തിൽ ചേരുവാൻ അമ്മ ചെന്ന് കെഞ്ചി പറഞ്ഞു. ഞാനത് കേട്ടു നിൽക്കേണ്ടി വന്നു. അമ്മ നേരിട്ട് കർണനോട്? വിശോകൻ നിർത്തി. ദക്ഷിണാകാശിയിൽ നിന്ന് വരുമ്പോൾ ഗംഗാതീരത്തിൽ താവളം ഉറപ്പിച്ചതായിരുന്നു സേനേശൻ അയച്ച രഥവ്യൂഹം കുതിരകളും. പ്രഭാതത്തിനു മുമ്പ് കുന്തിദേവിയെ പുഴകരയിൽ കണ്ടപ്പോൾ നമസ്കരിക്കാൻ വേണ്ടിയാണ് അടുത്തേക്ക് ചെന്നത്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവരെ വിശോകൻ കാണുകയാണ്. അടുത്തെത്തിയപ്പോൾ നിന്നു. അവർ തനിച്ചാണ്. സൂര്യ നമസ്കാരം നടത്തുന്ന കർണന്റെ സമീപത്തായിരുന്നു കുന്തി. എനിക്കിനി ക്ഷത്രിയനാവേണ്ട, സൂതരാണെന്ന് വളർത്തിയത് സൂതകുലത്തിന് ഭാര്യയും മക്കളും. കർണൻ പുച്ഛിച്ചു. അവർ പറഞ്ഞതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് വിശോകൻ ദുഃഖിച്ചു. പാണ്ഡവരോടൊപ്പമാണ് നീ നിൽക്കേണ്ടതുണ്ണി. ജനപാതകം ഭയന്ന് ഞാൻ ഇന്നോളം അത് മറിച്ചു. അമ്മ തേങ്ങിക്കൊണ്ട് നിന്നു. അപ്പോൾ കർണൻ ചിരിച്ചു അത്ര. വന്നപേക്ഷിച്ച സ്ഥിതിക്ക് വെറുതെ തിരിച്ചയക്കുന്നില്ല. മക്കളിൽ ഒരുത്തിനെ മാത്രമേ ഞാൻ കൊല്ലൂ, അർജുനനെ.
പിന്നെ കുറെ കൂടി ഉറക്കിച്ചിരിച്ച് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ച് പറഞ്ഞു, ഞാൻ മരിച്ചാലും അവൻ മരിച്ചാലും അമ്മയ്ക്ക് മക്കൾ 5 പേർ മാത്രം, അതുപോലെ. എല്ലാം കേട്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. വിശോകൻ കടിഞ്ഞാണയിട്ടപ്പോൾ കുതിരകൾ പതുക്കെ ഓടുവാൻ തുടങ്ങി. അർജുനന്റെ സമീപത്തെത്തിയപ്പോൾ യുധാമന്യു അന്വേഷിച്ചു. കർണനോട് തോറ്റു വന്നിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞു. സന്ധിക്ക് മുമ്പേ യുദ്ധം നിർത്തുവാനായി ഭാവിച്ച് ശപഥം തെറ്റിച്ച് മ്ലാനഭാവത്തിൽ പിന്തിരിഞ്ഞു പോവുക എന്നത് കൃഷ്ണന്റെ നിർദ്ദേശമായിരുന്നു. അർജുനൻ അതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ പിൻനിരയിൽ നിന്ന് ആഘോഷത്തോടെ ജയദ്രഥൻ ദുര്യോധനന്റെ സമീപത്തേക്കിടന്ന് കൃഷ്ണൻ കണ്ടു. രഥവേഗം കൊണ്ട് കണ്ടു നിന്നവരെ അമ്പരിപ്പിച്ച് കൃഷ്ണൻ അർജുനനെ ജയദ്രഥന്റെ മുൻപിൽ എത്തിച്ചു. അർജുനൻ പ്രതിജ്ഞ പാലിച്ചു. പലതും ഞാൻ അറിഞ്ഞില്ല, ഒന്നും വ്യക്തമായി ഞാൻ കാണുന്നില്ല. അടുത്തു നിന്നുള്ള ശബ്ദങ്ങൾ കൂടി അകലെ നിന്നാണ് കേൾക്കുന്നതെന്ന് തോന്നി. എന്നെ പരിഹസിച്ചു നിന്ന കർണന്റെ മുഖം മാത്രമേ എനിക്കിപ്പോഴും മുന്നിലുള്ളൂ. സൂതപുത്രൻ കർണൻ, നിനക്ക് ചേരുന്നത് ചമ്മട്ടിയാണെന്ന് ഞാൻ അഭ്യാസക്കാഴ്ചയിൽ നാണം കെടുത്തിയ കർണൻ, കുന്തിയുടെ മൂത്തപുത്രൻ, ഹസ്തിനാപുരത്തിന്റെ അവകാശിയായ സൂര്യപുത്രൻ. ഇപ്പോൾ വിതുരഗ്രഹത്തിലിരിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ഇനി എത്ര രഹസ്യങ്ങളുണ്ട്. അസ്തമനം കഴിഞ്ഞിട്ടും യുദ്ധം തുടർന്നു. ശിഷ്യന്മാരോട് മുഴുവൻ തന്ത്രവും പ്രയോഗിക്കുന്നില്ലെന്ന് ദുര്യോധനൻ കുറ്റപ്പെടുത്തിയപ്പോഴാണ് ദ്രോണർ രാത്രിയും യുദ്ധം തുടരാൻ നിശ്ചയിച്ചത്. അശ്വത്ഥാമാവിനോട് എതിരിടുന്ന യുധിഷ്ഠിരന് തുണ നൽകിക്കൊണ്ടാണ് ഞാൻ രാത്രി ആരംഭിക്കുന്നത്. ബ്രാഹ്മണൻ അർജുനനെ അതിശയിക്കുന്ന അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ട് യുധിഷ്ഠിരനെ നിർവീര്യനാക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാനൊരു വിധം അയാളെ പിന്തിരിപ്പിച്ചു. സാത്വികി സാമോദത്തനെ കൊന്നതറിഞ്ഞ് ദ്രോണരുടെ നേർക്ക് യുധിഷ്ഠിരൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണന്റെ ദൂതൻ വന്നു. കഴിയുന്നത്ര സുരക്ഷാ സ്ഥലത്ത് നിൽക്കാം. യുധിഷ്ഠിരൻ, രാത്രി യുദ്ധത്തിന് ദ്രോണർ ഒരുങ്ങുന്നത് തന്നെ ഒരുപക്ഷെ വാഗ്ദാനമനുസരിച്ച് യുധിഷ്ഠിരനെ തടവുകാരനാക്കുവാൻ വേണ്ടിയായിരിക്കും. മങ്ങിയ ഇരുട്ടിന്റെ മീതകിരണത്തിൽ നിന്ന് മൂടൽമഞ്ഞ് വരുന്നപ്പോൾ ഒന്നും കാണുവാൻ വയ്യാത്ത നിലയായി. ഈ അന്ധകാരത്തിലും ഒരു കൊലവിളി ഇടയ്ക്കിടെ മുഴുകിക്കേട്ടു. ഘടോൽക്കജന്റെ. അവനും കൂട്ടുകാരും ഇരുട്ടിലെ യുദ്ധം ആഘോഷം പോലെ എടുത്തിരുന്നു. ദൃഷ്ടദ്യുമ്നൻ വിളിച്ചു പറഞ്ഞു, പന്തങ്ങൾ പന്തങ്ങൾ വരട്ടെ. ഭടന്മാർ അതേറ്റു പറഞ്ഞു. പാണ്ഡവ സൈന്യം പന്തങ്ങൾ ജ്വലിപ്പിച്ചപ്പോൾ മറുവശത്തും പന്തങ്ങൾ തീ കൊളുത്തി. പൊടുന്നതിനെ ആയിരക്കണക്കിന് പന്തങ്ങൾ കൊണ്ട് പടക്കളമാകെ പ്രകാശം വരുന്നു. കൃതവർമാവും ദ്രോണരും ചേർന്ന് യുധിഷ്ഠിരനെ വണങ്ങി. പിടിക്കുന്നു എന്ന് തോന്നിയൊരു ഘട്ടത്തിൽ പ്രയോഗിക ബുദ്ധി തിരിച്ചുപോയതെന്ന് കരുതി ജ്യേഷ്ഠൻ ശിബിരങ്ങളിലേക്ക് തേർവിട്ടു. നേർക്കുനേരെ കുറച്ചിടയ്ക്ക് ദുര്യോധനനെ കിട്ടി. പിന്നേക്ക് ബാക്കി വെക്കേണ്ടി വന്നില്ല എന്നയാളും തീരുമാനിച്ചു കാണും. ഗതയെടുത്ത് അയാൾ തേരിൽ നിന്ന് ചാടിയിറങ്ങി. എനിക്കും വേണ്ടത് അതുതന്നെ. ഇടയ്ക്ക് വന്നവർ ചിലർ എൻ്റെ അടിയേറ്റ് തല തകർന്നു വീണു. ലക്ഷ്യം വെച്ചുള്ള ഒരടി. വിരണ്ട് നടുവിൽ നിലയാട്ടിയ കുതിരകൾക്കുണ്ട്. ദുര്യോധനൻ പിന്തിരിഞ്ഞ് വീണ്ടും തേരിൽ കയറി. അപ്പോൾ അശ്വത്ഥാമാവും ഘടോൽക്കജനും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. 100 പേർ മാത്രം വരാവുന്ന കാട്ടാളപ്പട 1000 പേരുടെ ഒരു സൈന്യത്തെ മുഴുവൻ അന്ധകാഗ്നി പോലെ സംഹരിച്ചു. സഹദേവൻ എൻ്റെ സമീപത്തേക്ക് വന്നു. അയാളുടെ മാർസട്ട കീറിയിരുന്നു. ശരീരത്തിൽ പലയിടത്തും അമ്പേറ്റു. രക്തവും ഒഴുകുന്നുണ്ട്. സഹദേവൻ നിരാശയോടെ അമർഷത്തോടെ പറഞ്ഞു, കർണൻ പരിഹസിച്ച് എന്നെ മാനം കെടുത്തി. സാത്വികി വന്നത് കണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അശ്വത്ഥാമാവും ഘടോൽക്കജനും തമ്മിലുള്ള യുദ്ധത്തേക്കാൾ ഉഗ്രമായൊരു ഏറ്റുമുട്ടൽ പശ്ചിമപഥത്തിൽ നടക്കുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നനും ദ്രോണനും തമ്മിൽ. അതിൽ ചേർന്നിരിക്കുകയാണിപ്പോൾ കർണനെന്ന് സഹദേവൻ പറഞ്ഞു. രാത്രി യുദ്ധത്തിൽ ദുര്യോധനന്റെ പിന്മാറ്റത്തെ തന്നെ ഉടനെ എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് കണ്ട് കൈനിലയ്ക്ക് തേരുവിടുവാൻ കൽപ്പിച്ചു. അവിടെ ജയദ്രഥ വധത്തിന് ശേഷം വീണ്ടും യുദ്ധത്തിനിറങ്ങാതെ വിശ്രമിക്കുകയായിരുന്നു അർജുനൻ. ആവനാഴികൾ നിറയ്ക്കുവാൻ വന്ന ഒരു സൈനികൻ പറഞ്ഞു, കർണനോടേറ്റ ദൃഷ്ടദ്യുമ്നൻ തളരുകയാണ്. കൃഷ്ണൻ ചോദിച്ചു, ഏതു ഭാഗത്താണ് ഘടോൽക്കജൻ? അറിഞ്ഞതനുസരിച്ച് അശ്വത്ഥാമാവിന്റെ പടയെ നശിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു. കൃഷ്ണൻ എഴുന്നേറ്റു. ദൃഷ്ടദ്യുമ്നന് മുൻനിരയായി നിന്നു. കർണനെ നേരിട്ട ഘടോൽക്കജൻ ഉടനെ സൈനികരെ അയച്ച് കൽപ്പന കൊടുക്കും. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, രാത്രി യുദ്ധത്തിൽ ഘടോൽക്കജനെ വെല്ലാൻ ആരുമില്ല. കർണനെ തടയുവാൻ അവനെ കഴിയും. സൈനികരോടി. കൃഷ്ണനും പുറത്തേക്ക് കിടന്നു. എൻ്റെ സ്വന്തം കൂടാരത്തിനു മുമ്പിൽ ഞാൻ നിന്നു. അകലെ പന്തങ്ങളുടെ വെളിച്ചം, കുതിരക്കുളമ്പടികളും തേരൊച്ചയും ഇടയ്ക്കുള്ള ആക്രോശങ്ങളും എനിക്ക് കേൾക്കാം. ഒറ്റത്തേരുമായി പോയ വിവരങ്ങൾ അറിയുവാൻ വിശോകൻ ഒരുങ്ങിയപ്പോൾ ഞാൻ സമ്മതിച്ചു. യുദ്ധരംഗം കൂടുതൽ ശബ്ദമാവുന്നു. കൂടുതൽ തേരുകൾ പങ്കെടുക്കുന്നുണ്ട്. മഴമേഘങ്ങളുടെ ഗർജനം പോലെ ചക്രങ്ങൾ ഉരുളുന്നു. അഗ്നിഗോളങ്ങൾ ചീറിപ്പായുന്നത് കണ്ടു. തീ കൊണ്ടുള്ള യുദ്ധം കാട്ടാളന്മാരുടെ സവിശേഷ വൈദഗ്ധ്യമാണ്. അണഞ്ഞ പന്തങ്ങളുടെ പുക കൂടി പരന്നപ്പോൾ ഇരുട്ടിന് കൂടുതൽ കനം വച്ചിരിക്കുന്നു. തിരിച്ചെത്തിയ വിശോകനെ കണ്ട് ഞാൻ വിവരങ്ങൾ അറിയുവാൻ തിരക്കുകൂട്ടി. ചിരിച്ചുകൊണ്ട് വിശോകം പറഞ്ഞു, ഘടോൽക്കജന്റെ രാത്രിയാണിത്. കൗരവ സൈന്യം ഇനിയും മുടിയും. അഗ്നി പോലെ, കൊടുങ്കാറ്റ് പോലെ അയാൾ പടർന്നു കയറി യുദ്ധം ചെയ്യും. ആരൊക്കെയുണ്ട് കൂടെ? തനിയെ. അയാൾക്ക് ആരുടെയും തുണ വേണ്ട.
ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ മറുപക്ഷത്ത് ഘടോത്കചനും രാക്ഷസർക്കും കിടനിൽക്കുമെന്ന് കരുതിയ അലായുധൻ മരിച്ചു. ഇപ്പോൾ കർണനും കർണനെ ഭയന്ന് ഓടാതെ നിൽക്കുന്ന കൗരവ സൈന്യവുമാണുള്ളത്. വിശോകൻ വീണ്ടും യുദ്ധരംഗത്തേക്ക് പോയി. ഘടോത്കചന്റെ സഹായത്തിന് പുറപ്പെടണോ എന്ന് ആലോചിച്ചു. കർണന്റെ പുതിയ പരിഹാസ മൊഴികൾ എനിക്കിപ്പോഴേ ഊഹിക്കാം. അപ്പോൾ പൊടുന്നിനെ ഒരു ചോദ്യം മനസ്സിൽ ഇടിവാൾ പോലെ മിന്നി. ആരുടെ സഹായത്തിനാണ് ഞാൻ എട്ടിരുന്നത്? കാട്ടാളന്മാരുടെയോ കർണന്റെയോ? ആരവങ്ങൾ ഇടയ്ക്കിടെ കേട്ടു. ആകാശത്ത് അഗ്നിഗോളങ്ങൾ പൊട്ടിച്ചിതറി. ഒരു കൂട്ടനിലവിളിയുയർന്നു. അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഘടോത്കചന്റെ കൊലവിളി വീണ്ടും മുഴങ്ങി. പിന്നെ പെട്ടെന്ന് നിശബ്ദമായിരുന്നു. പേരുകളുടെ നാദം കൗരവ പാളയത്തിൽ നിന്ന് കാളരാത്രിയുടെ ഹൃദയത്തിലൂടെ കേട്ടു. യുദ്ധം തൽക്കാലത്തേക്ക് നിറഞ്ഞു നിന്നു. കർണന്റെ മരണവാർത്ത കേൾക്കുവാൻ ഒരുങ്ങിക്കൊണ്ടാണ് ഞാൻ പതുക്കെ യുധിഷ്ഠിരന്റെ പാളയത്തിന് നേർക്ക് നടന്നത്. രഥങ്ങൾ തിരിഞ്ഞു വന്നു. വിശോകന്റെ തേർ എൻ്റെ മുമ്പിൽ നിന്നു. അവസാനം കർണന് പുതിയ വേൽ വൈജയന്തനെ എടുക്കേണ്ടി വന്നു. യന്ത്രമുക്തം തന്നെ. ഘടോത്കചൻ മരിച്ചു വീണു. ഞാൻ നിന്നു. വിശോകന്റെ സ്വരത്തിൽ നിഗൂഢമായ ആഹ്ലാദം ഒതുക്കിയത് ഞാൻ ശ്രദ്ധിച്ചു. ചെമ്പഴക്ക് നിറമുള്ളവർ, വെട്ടിത്തിളങ്ങുന്ന കുണ്ടലമണിഞ്ഞവർ, കടും ചുവപ്പ് ചുണ്ടുകൾ, മന്ദസ്ഥിതമുള്ളവർ. സുന്ദരിക്ക് ഇന്നത്തെ ആവശ്യം ഘടോത്കചരനെയായിരുന്നു. യുദ്ധം കോരിത്തിരിപ്പായി കാണുന്ന ഘടോത്കചൻ. യുധിഷ്ഠിരന്റെ ശിബിരത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. കടന്നു ചെന്നപ്പോൾ നകുല സഹോദരന്മാരും ദൃശ്യദ്യുമ്നനുമുണ്ട്. ദൂതന്മാർ അവിടെ വാർത്ത എത്തിച്ചിരുന്നു. യുധിഷ്ഠിരൻ എന്നെ കണ്ട് മുഖമുയർന്നു. എനിക്ക് ദുഃഖം പൊറുക്കുവാൻ വയ്യ. ഗന്ധപാതനത്തിൽ തുടക്കി വന്ന കൂട്ടി പാണ്ഡവർക്ക് ആദ്യമായി ഉണ്ടായ സന്തതി. ആദ്യം അഭിമന്യു പോയി, ഇപ്പോൾ ഘടോത്കചൻ. എല്ലാവരുടെയും മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽപ്പാടുകൾ ഞാൻ കണ്ടു. അപ്പോൾ ധൃതിയിൽ അർജുനന്റെ കൂടെ കൃഷ്ണൻ കടന്നു വന്നു. ദുഃഖിച്ച് തലതാഴ്ത്തിയിരിക്കുന്ന യുധിഷ്ഠിരനെയും പ്രസാദം കെട്ടി നിൽക്കുന്ന മറ്റുള്ളവരെയും കൃഷ്ണൻ നോക്കി. എന്തിനാണ് ദുഃഖം? കൃഷ്ണൻ ചോദിച്ചു. ഘടോത്കചന് വേണ്ടി. അർജുനന്റെ നേരെ അവസാന കൈവച്ച വേൽ കൂടി എടുത്തു പ്രയോഗിച്ചു കർണൻ. അതാലോചിക്കാത്തത് എന്തുകൊണ്ടാണ്? അർജുനൻ രക്ഷപ്പെട്ടു. വിലാപമില്ല. ആഘോഷമാണിപ്പോൾ വേണ്ടത് പാണ്ഡവപാളയത്തിൽ. തീകുണ്ടത്തിൽ നിന്ന് വെളിച്ചം വീഴാതെ നിഴൽപ്പാടുകളിൽ നിൽക്കുന്ന കൃഷ്ണൻ കണ്ടുവോ എന്നറിയില്ല. ഞാൻ പതുക്കെ പുറത്തേക്ക് നടന്നു. പുറത്തു നടന്നപ്പോൾ വീണ്ടും കൃഷ്ണന്റെ ശബ്ദം കേട്ടു. ആഘോഷമാണിപ്പോൾ വേണ്ടത്. എവിടെ പാണിവാതരും മാകുതരുമൊക്കെ? എവിടെ വിവരം കേട്ട വന്തികൾ? യുധിഷ്ഠിരൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. കൃഷ്ണൻ പിന്നെയും പറഞ്ഞു. ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ്. രാക്ഷസ പ്രകൃതി, യജ്ഞവിദ്വേഷി, ബ്രാഹ്മണ ശത്രു. അവനെ എന്തെങ്കിലും കൊല്ലേണ്ടി വരും. ചത്തത് രണ്ടു നിലയ്ക്കും സൗകര്യമായി. പിന്നെ കൃഷ്ണന്റെ ചിരി കേട്ടു. നീ മാത്രമാണ് ആശ്രയമെന്നും പറഞ്ഞ് അവനെ കർണന് നേർക്ക് വിട്ടത് ഞാനൊന്നും കാണാതെയല്ലേ? ഞാൻ പതുക്കെ നടന്നു. അപ്പോൾ പിന്നിൽ പാളയത്തിൽ നിന്നും മയങ്ങിക്കിടന്ന വാദ്യോഘോഷങ്ങൾ ഉയർന്നു. ആഘോഷം നടന്നു. ഞാനൊരിടത്തിൽ ഏകാഗിയായിരുന്നു. രാത്രി യുദ്ധം നിർത്തി ഇരു സൈന്യങ്ങളും ഉറങ്ങാൻ പോകുമെന്ന് പേരിവാദ്യങ്ങൾ അറിയിച്ചു. കൂടാരങ്ങളും പാളയങ്ങളും നിശബ്ദമായി. തേർതട്ടുകളിൽ ഗജശീർഷങ്ങളും സൈനികൾ തലയ്ക്ക് അയച്ചു. ഞാൻ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇരുട്ടുമൂടിയ കുരുക്ഷേത്രത്തിലേക്ക് ചന്ദ്രകിരണങ്ങൾ ഇറങ്ങി വന്നു. രാത്രിയുടെ കൊടുങ്കാറ്റിൽ നിന്ന് ഇരുട്ടിന്റെ മദനയാ കൂട്ടങ്ങൾ ഓടി വന്നു. വരവധൂസ്മിതം പോലെ നീളുന്ന നിലാവ്, ഹരവൃക്ഷം പോലെ മേഞ്ഞു കിടക്കുന്ന നിലാവ്. ഓടി അകലുവാൻ ഇടകിട്ടാതെ കൂട്ടം കിടക്കുന്ന ഇരുട്ടിലെ പോലെ അവന്റെ മൃതദേഹം ഞാൻ കണ്ടു. നെഞ്ചിൽ തറച്ചു കഴിഞ്ഞ വേലിന്റെ ആയസപ്പിടി ആയത്തിൽ ആകാശത്തിലേക്ക് തെറിച്ചു നിൽക്കുന്നു. അതിനു മുകളിൽ ഒരു കഴുകൻ പറന്നു വന്ന് താഴത്തെ ശരീരം കൊതിയോടെ നോക്കി. വീരസ്വർഗമില്ലാത്ത കാട്ടാളിന് ചിതയൊരുക്കണമെന്നില്ല. കഴുതവണ്ടികളും ചണ്ടന്മാരും വിശ്രമിക്കുകയാണ്. ആകാശത്തിൽ കൂടുതൽ ചിറകുകടികൾ കേട്ടു. ഞാൻ തിരിച്ചു നടന്നു. കൂടാരത്തിനടുത്തെത്തിയപ്പോൾ ഉറങ്ങുന്ന സൈനികരുടെ ആയാസം തീർക്കുവാൻ മർണാഘോഷത്തിന്റെ വാദനം ആരംഭിച്ച മാഗധർ ശത്രുക്കൾ മാറ്റുകയായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല. വെളിച്ചം വരണം. വീണ്ടും മറ്റൊരു ദിവസത്തിന്റെ തുടക്കത്തിൽ വിജയങ്ങൾക്കായി ഞങ്ങൾ ഹോമവേദിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. യുധിഷ്ഠിരൻ പതിവ് പോലെ ദാനങ്ങൾ നടത്തി. പുറപ്പെടുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ദ്രോണർ വീഴണം. ദ്രോണാചാര്യമായുള്ള യുദ്ധത്തിന് പാഞ്ചാലി സൈന്യം നിരന്നപ്പോൾ ഞാൻ മറ്റു കൗരവരുമായി ഏറ്റുമുട്ടി. തേരുകൾ തറക്കുന്നതായിരുന്നു എൻ്റെ ശ്രദ്ധ. കൂടുതൽ കാലാൾപ്പടയുമായി ആരംഭിച്ച കൗരവരുടെ 4-ാം പാദം ഇപ്പോൾ ദുർബലമാണ്. അതിന് പാണ്ഡവർ നന്ദി പറയേണ്ടത് ഘടോത്കചനോടാണ്. ദ്രോണനും ദൃഷ്ടദ്യുമ്നനും തമ്മിലുള്ള യുദ്ധം നിരീക്ഷിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പിന്നണിയിൽ നിന്നു. വൃത്താന്തങ്ങൾ ഞങ്ങളുടെ രംഗത്തേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ദ്രോണാചാര്യർ സൈന്യങ്ങളെ നയിച്ചത് അത്ഭുതകരമായ പാടവത്തോടെയാണ്. പരമശത്രുവായ ദൃഷ്ടദ്യുമ്നൻ തുടക്കം മുതൽക്കേ ദ്രോണരെ കണ്ടത് അർത്ഥവത്താണ്. ദ്രോണരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭീഷ്മാചാര്യരുടെ നേതൃത്വം എത്ര നിസ്സാരം. തുടരെ 2 മരണവാർത്തകൾ പറഞ്ഞു. ദ്രുപദ രാജാവ് വധിക്കപ്പെട്ടു. പിന്നെ വിരാടനും. 2 പേരെയും കൊന്നുവീഴ്ത്തിയത് മഹാമയനായ ദ്രോണാചാര്യർ തന്നെ. യുധിഷ്ഠിരൻ പാഞ്ചാല സൈന്യത്തിന്റെ പിന്നണിയിലും ഞങ്ങൾ പാർശ്വത്തിലുമാണ്.
അർജുനന്റെ തേർ അശ്വത്ഥാമാവിന്റെ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ഞങ്ങളുടെ സമീപത്തെത്തി. കൃഷ്ണൻ പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന വാർത്ത പരത്തിയാൽ വൃദ്ധൻ തളരും, അസ്തവീര്യനാവും. അർജുനൻ പറഞ്ഞു, സൈനികർ ഇവിടെ നിന്ന് ആർത്തു വിളിച്ച് പാഞ്ചാല സൈന്യത്തിൽ കയറട്ടെ, അശ്വത്ഥാമാവ് മരിച്ചതെന്ന്. യുധിഷ്ഠിരൻ സംശയിച്ചു. ആചാര്യൻ വിശ്വസിക്കുന്നു. താങ്കൾ ഘോഷിച്ചുകൊണ്ട് ചെന്നാൽ വിശ്വസിക്കും. അസത്യം. യുധിഷ്ഠിരൻ ചിന്താകുലനായി. കൃഷ്ണൻ കോപമൊതുക്കി. ഇത് യുദ്ധമാണ്, ചൂതുകളിയല്ല. ദ്രുപദൻ, വിരാടൻ വീരന്മാരോട് ഉത്തരമായി വീഴുകയാണ്. വൃദ്ധന് മുമ്പിൽ വ്രാക്കത്തെ കണ്ട പശുക്കൂട്ടം പോലെയാണ് നമ്മൾ ചിതറുന്നത്. അകലെ മർമ്മത്തിൽ എൻ്റെ ഗതയേറ്റ് വീണ് കിടക്കുന്ന ഒരു ആനയുടെ മൃതദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃഷ്ണൻ രോക്ഷത്തോടെ പറഞ്ഞു, ഭീമം കൊന്നിട്ട് ആ ആനയ്ക്ക് ഞാൻ അശ്വത്ഥാമാവെന്ന് പേർ വിളിക്കുന്നു. എന്നിട്ട് ഞാനിതാ പറയുന്നു, അശ്വത്ഥാമാവ് മരിച്ചു. സത്യമാണ് ഞാനിപ്പോൾ പറയുന്നത്, അശ്വത്ഥാമാവ് മരിച്ചു. യുധിഷ്ഠിരനോടൊപ്പം അർജുനനും എൻ്റെ തേരുകൾ പാഞ്ചാലപ്പടയുടെ പാർശ്വതയിലേക്ക് പറയുമ്പോൾ ഞങ്ങൾ ആക്രോശിച്ചു, അശ്വത്ഥാമാവ് മരിച്ചു. പാർശ്വത്തിലെ ദുശാസനന് എന്തോ നിർദ്ദേശം നൽകി. തേര് നേരെ ഒതുക്കിയ ദ്രോണാചാര്യർ ഞങ്ങളുടെ ആക്രോശം അടുത്തെറിയുന്നത് കേട്ടു. യുധിഷ്ഠിരനെ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു. പിന്നെ സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ മുഴുവൻ സത്യം പതുക്കെ പറഞ്ഞു, അശ്വത്ഥാമാവ് എന്ന ആനയാണ് മരിച്ചതെന്ന്. പാഞ്ചാലർ ആഘോഷിക്കുവാൻ കൂട്ടമായി അലറിയിറക്കി കയറി. പിന്നെ ആകെ കലാപമായിരുന്നു. പോർവിളിയും കൂട്ടക്കരച്ചു. പൊടിയടങ്ങിയപ്പോൾ ഞാൻ കണ്ടു, തേർത്തട്ടിൽ ദ്രോണർ കിടക്കുന്നു. ശിരസ് വേർവിട്ട നിലയിൽ ചോര ഇറ്റു വീഴുന്ന വാളുമായി നിൽക്കുന്ന ദൃശ്യത്തുമ്പിൻ്റെ മുഖം രൂക്ഷമയമായിരുന്നു. സേനാപതി വീണപ്പോൾ യുദ്ധം നിലച്ചു. ചോര പൂണ്ട വാളുമായി തേരിൽ കയറി ദൃഷ്ടത്തുമ്പിൻ കൂടാരത്തിലേക്ക് തിരിച്ചു. ഞങ്ങൾ പിന്നിൽ. കൂടാരത്തിൻ്റെ മുമ്പിൽ കൃഷ്ണന്റെ തോളിൽ കൈവച്ച് എടുത്തു ചാടിയ അർജുനൻ പറഞ്ഞു, ശരിയല്ല, തലവെട്ടിയത് ശരിയായില്ല. മറ്റൊന്നുമില്ലെങ്കിലും ബ്രാഹ്മണനല്ലേ ദ്രോണർ, യുദ്ധത്തിൽ വീഴുന്നത് ചരിതം, ആർക്കും തോന്നുന്നത് തലവെട്ടാൻ. പിന്നെ ഒരാത്മകഥമെന്നും പറഞ്ഞു, കഴിയും, പാഞ്ചാലർക്ക് കഴിയും, ശിഖണ്ഡിയും നീയുമൊക്കെ കൊടും പാവികളാണ്. സാത്വികയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഈ ശകാരവും ശോഭവും. ദൃശ്യത്തുമ്മൻ ശോഭിക്കാതെ പരിഹാസം കൊണ്ട് നേരിട്ടു. കൊല്ലുന്നത് എപ്പോഴാണ്? കൊല്ലലാണ്. ധർമ്മത്തോട് കൊല്ലുന്നതിൻ്റെ പാഠങ്ങൾ പഠിക്കുവാൻ ഞാൻ ഇരുന്നു കൊടുത്തിട്ടില്ല. സാത്വികി പിറുപിറുത്തു. ശത്രുപക്ഷമാണെങ്കിലും ആചാര്യനായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. ഒരു കൈയേറ്റ് കിടന്ന കൂരിശ്രവസിന്റെ തലവെട്ടുമ്പോൾ സാത്വികി എവിടെയായിരുന്നു? താങ്കളുടെ ധർമ്മം എവിടെയായിരുന്നു? സാത്വികി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ബ്രാഹ്മണനായിരുന്നു, ആചാര്യനായിരുന്നു. അപ്പോൾ ദൃശ്യദ്യുമ്നൻ പരിഹാസം നിർത്തി രോക്ഷത്തോടെ സാത്വികയുടെ നേരെ തിരിഞ്ഞു. 16 മാത്രം കഴിഞ്ഞ അഭിമന്യുവിനെ നിരാദായനായിരിക്കെ 6 പേർ വളഞ്ഞു നിന്ന് കൊല്ലുന്നതിൻ്റെ ന്യായകത്വം വഹിക്കുമ്പോൾ ഇവിടെ പോയി കിഴവൻ്റെ ബ്രാഹ്മണ്യം. എന്നിട്ടും യുധിഷ്ഠിരൻ നേരെ തിരിഞ്ഞ് ശാന്തത വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളോളം ജ്ഞാനം എനിക്കില്ല. യാചനം, അധ്യാപനം, യജ്ഞം, പൃഥുഗ്രഹം, പിന്നെ അധ്യാനം, ഇന്നാണ് ബ്രാഹ്മണ വൃത്തികളൊന്നും ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ കൊല്ലുമ്പോൾ ഇതിലേതായിരുന്നു ഈ മഹാബ്രാഹ്മണൻ? പിന്നീട് അയാൾ എൻ്റെ പ്രതികാരമണിയുവാൻ അകത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, തോഴനെ, നിന്നെ ഞാൻ അഭിനന്ദനത്തോടെ പുണരുന്നു. സാത്വിക്ക് പിന്നെയും നിർത്തുവാൻ ഭാവമില്ലായിരുന്നു. മുടി ചുറ്റിപ്പിടിച്ച് ബ്രാഹ്മണ ഗുരുവിൻ്റെ കഴുത്ത് വെട്ടിയതോ? ഭീമ, അവനെ വീണു. അവൻ ക്ഷത്രിയനല്ല, നീചനാണ്. സാത്വിക്ക് മുന്നോട്ടണിഞ്ഞപ്പോൾ തർക്കം ആയുധം കൊണ്ട് തീർക്കുവാൻ ദൃഷ്ടദ്യുമ്നനും കുതിച്ചു. യുധിഷ്ഠിരൻ ദൃഷ്ടദ്യുമ്നന് മുമ്പിൽ തടഞ്ഞു നിന്ന് അപേക്ഷിച്ചു, അരുത്, നിങ്ങൾ പാഞ്ചാലരും വൃക്ഷങ്ങളുമാണ്. നിങ്ങൾ തമ്മിൽ പൊരുതുവാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? സാത്വികയെ യുധിഷ്ഠിരൻ മാറ്റി നിർത്തി. ദൃഷ്ടദ്യുമ്നനെ ഞാനും. വീണ്ടും യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പതറിയ മനസ്സുകളും രഞ്ജിപ്പില്ലാത്ത നീക്കങ്ങളും കൊണ്ട് ഞങ്ങൾ അശ്വത്ഥാമാവിൻ്റെ നേതൃത്വത്തിൽ വന്ന ആക്രമണത്തിന് മുമ്പിൽ നിഷ്പ്രഭരായി. ഭാഗ്യത്തിന് യുദ്ധം നിന്നു. അടുത്ത സേനാപതി കൃപരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരുപക്ഷെ ദ്രോണവധത്തിന് പ്രതികാരമാക്കാനല്ലാതെ നിൽക്കുന്ന അശ്വത്ഥാമാവിനെ നിശ്ചയിക്കാനും സാധ്യമുണ്ട്. പക്ഷെ ഇവരാരുമല്ല എന്നറിഞ്ഞു. സാക്ഷാൽ കർണൻ. ഹ്രസ്വമായ ഇടവേളയിൽ ഞങ്ങൾ മരണങ്ങളുടെ കണക്കൊന്ന് വീണ്ടും മനസ്സിൽ കൂട്ടി. കൗരവപക്ഷത്ത് ഭീഷ്മർ, ദ്രോണർ, ജയദ്രഥൻ, ഭഗദത്തൻ, ഭൂരിശ്രവസ്, ദുര്യോധന സഹോദരന്മാർ പലരും. അവരിൽ പ്രധാനികളായ വൃകർണനും ചിത്രസേനനും പെടുന്നു. ഞങ്ങൾക്ക് നഷ്ടപരപ്പെട്ടി ഞങ്ങൾ മാഗധർ ഗാഥകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഉത്തരൻ, അഭിമന്യു, ഈരാവാൻ, ദ്രുപദൻ, വിരാടൻ. അവർ പേരുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു സത്യം ശ്രദ്ധിച്ചുപോയി. ഒരു പേര് അവർ മറന്നിരുന്നു. അന്ന് രാത്രി കർണനെ എങ്ങനെ വധിക്കാമെന്ന് യുധിഷ്ഠിരന്റെ മുമ്പിൽ വെച്ച് ആലോചന നടന്നു. അർജുനൻ വിരിച്ച മണലിൽ വിരലുകൾ കൊണ്ട് നിലപാടുകൾ വരച്ചു. മായിച്ചു വീണ്ടും വരച്ചു. കർണനെ വീഴ്ത്തുന്ന തിരക്കിൽ ഒരാളെ മറക്കരുത്. പ്രതികാര പ്രതിജ്ഞ ചെയ്ത ദ്രോണപുത്രൻ, മഹാരഥനായ അശ്വത്ഥാമാവ്. ഓർമ്മിപ്പിച്ചത് ഞാനായിരുന്നു. അയാളുടെ ശക്തിയും ദൗർബല്യവും എനിക്കറിയാം. കർണവധത്തെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന അർജുനനെയും യുധിഷ്ഠിരനെയും ഞാൻ നോക്കി. പറയാനിരിക്കുന്ന വയ്യല്ലോ എന്നോർത്ത് ഞാൻ നിശബ്ദനായി. അമ്മ ഇന്നോളം സൂക്ഷിച്ച രഹസ്യമാണ്, പറയരുത്, പറഞ്ഞു പോകുവാൻ ഇടവരുത്. ഞാൻ സ്വയം ശ്വാസിച്ചു. 17-ാം ദിവസത്തെ യുദ്ധത്തിൻ്റെ അശ്വത്ഥാമാവിനെ ശത്രുവായി ഏറ്റെടുത്ത് ഞാൻ പോരിന് വിളിച്ചു. പ്രതിയോഗിയെ നിർവീര്യനാക്കുവാൻ പോകുന്നത് അശ്വത്ഥാമാവിൻ്റെ പോർവിളിയാണ്. കാട്ടുകുതിര അമറുകയാണെന്ന് തോന്നുന്നു. ബാല്യത്തിൽ അയാളുടെ വികൃത സ്വരം കേട്ട് ആരോ വിളിച്ച പരിഹാസ പേരാണ് അശ്വത്ഥാമാവ്.
ദ്രോണാചാര്യനേക്കാൾ വേഗം, കർണനേക്കാൾ കൗശലം, പക്ഷേ വിശോകന്റെ വൈദഗ്ധ്യ ഭാഗവും എൻ്റെ ഭാഗത്തുണ്ട്. അയാളെ തളരുവാൻ തുടങ്ങിയപ്പോഴാണ് അർജുനൻ വന്നത്. ഇനി തനിക്കാവാം അയാളുടെ അർത്ഥവീര്യവും ഞാൻ കൊടുത്തിരിക്കുന്നു. സഹദേവനും ദുശാസനും തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞിരുന്നു. അശ്വത്ഥാമാവിൻ്റെ നേർക്ക് അർജുനൻ നീങ്ങിയപ്പോൾ മുന്നിലേക്ക് വന്ന കർണൻ നഗലിനെയും മാനം കെടുത്തി വിട്ടിരുന്നു. സുതസോമൻ ശകുനിയോട് കൂസലില്ലാതെ നേർക്ക് നേരെ പൊരുതി നിന്നത് കണ്ടു. ശിഖണ്ഡി കൃതവർമാവിനോട് തോറ്റു പിന്തിരിയുന്നു. അതിനുമപ്പുറത്ത് സർവ്വതൻ വന്നറിയിച്ചു, ദുര്യോധനനായി നേരിട്ട് യുദ്ധം ചെയ്യുകയാണ് യുധിഷ്ഠിരനെന്ന്. ഞാൻ അങ്ങോട്ട് തീർത്തെർപ്പിച്ചു. എന്നെ കൊണ്ട് ആശ്വാസത്തോടെ നോക്കുന്ന യുധിഷ്ഠിരനെ പറഞ്ഞു, അവൻ എനിക്കാണ്, പിന്മാറും, ഞാൻ വരുന്നു. ഞാൻ മുന്നിലേക്ക് കയറിയപ്പോൾ ദുര്യോധനൻ വലം തിരിഞ്ഞ് മധ്യഖണ്ഡത്തിലേക്ക് നീങ്ങി. കർണന്റെ കൂടെ ദുര്യോധനൻ ചേരുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവിൽ നിന്ന് അർജുനൻ മാറ്റുവാൻ സാധ്യത കുതിച്ചു. അന്ന് സന്ധ്യയ്ക്ക് ആർക്കും അധികമൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. അശ്വത്ഥാമാവ് ഞാൻ നടത്തിയ യുദ്ധത്തെപ്പറ്റി ആരോ പ്രശംസിച്ചു. നായകരിൽ പലരുടെയും മരണങ്ങൾ തളർത്തിയ മനസ്സുകളിൽ പ്രതികാരം പുകഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് കർണൻ പാണ്ഡവപ്പടയിൽ കലാപത്തിന്റെ കൊടുങ്കുറ്റ് തുറന്നുവിട്ടു. കർണന്റെ സാരഥിയായി വന്നു ശല്യർ. അത് ദുര്യോധനന്റെ ഒരു നല്ല തന്ത്രമായിരുന്നു. അർജുന സാരഥിയോട് കിടപിടിക്കുന്നത് വേഗവും നിയന്ത്രണവും കൊണ്ട് കർണന്റെ കരുത്തു കൂട്ടി ശല്യർ. ദൃശ്യദ്യുമ്നനുമായി ഏറ്റുമുട്ടിയ അശ്വത്ഥാമാവ് അയാളുടെ മാർച്ചട്ട കൂരിരുമ്പുകൾ കൊണ്ട് കീറിപ്പറിച്ചു. എന്നിട്ട് നിസ്സഹായനാക്കി. കർണൻ ആ സമയത്ത് യുധിഷ്ഠിരനെ തനിച്ചു കിട്ടി. ദൃശ്യദ്യുമ്നന്റെ സഹായത്തിനായി അർജുനൻ എത്തിച്ചേരുന്നത് കണ്ടുകൊണ്ട് അയാൾ കുതിച്ചു. ദുര്യോധനന്റെ മുൻനിരയെ ആക്രമിക്കുകയായിരുന്നു ഞാനപ്പോൾ. കർണന്റെ യുദ്ധഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. കർണൻ യുദ്ധഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നി. കർണൻ യുധിഷ്ഠിരനെ അർദ്ധപ്രാണിയാക്കി പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടുണ്ടായ കലാപവും. മേലാകെ മുറിവേറ്റ് കൂടാരത്തിലെത്തി യുധിഷ്ഠിരനെ ദാസരും വൈദ്യന്മാരും പരിചയിക്കുമ്പോഴാണ് അർജുനൻ വന്നത്. കർണവധം കഴിഞ്ഞിരിക്കുമെന്ന് കരുതി യുധിഷ്ഠിരൻ എഴുന്നേറ്റിരുന്നു. എനിക്കറിയാം കർണനെ ജയിക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല. തിരിച്ചുപോയി കർണന്റെ പരാക്രമം അവസാനിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ മുഖം മങ്ങി. ഭീമനെ തനിച്ചാക്കി നീ ഇങ്ങോട്ട് പോന്നു? കർണനെ ഭയന്നോടിയെന്ന് പറഞ്ഞോളൂ. നോക്ക്, കർണന്റെ അമ്പുകൾ കൊണ്ട് കീറി മുറിഞ്ഞ എൻ്റെ ശരീരം നോക്ക്. കൗരവപട എന്നെ നോക്കി അപഹസിച്ചാർത്തു. കർണനെ നിഷ്പ്രയാസം താൻ തോൽപ്പിക്കുമെന്ന് അർജുനന്റെ വീരവാദത്തിൽ അധികം വിശ്വസിച്ചത് യുധിഷ്ഠിരൻ സ്വയം പിഴച്ചു. പിന്നെ രോക്ഷത്തോടെ പറഞ്ഞു, എടോ, കർണനെ ഭയമെങ്കിൽ തൻ്റെ ഗാണ്ഡീവ്യ കൃഷ്ണനെ ഏൽപ്പിക്കും. കൃഷ്ണൻ തോൽപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താൻ തേരോടിച്ചാൽ മതി ഇനിയുള്ള യുദ്ധത്തിൽ, ഒരു സവ്യസാചി. എന്നിട്ട് കേട്ടു നിന്നവരോട് പറഞ്ഞു, 13 കൊല്ലം ഇവന്റെ വലിപ്പം പറച്ചിൽ കേട്ട് വിശ്വസിച്ചിരുന്ന ഞാനാണ് മൂഢൻ. അർജുനന്റെ കറുത്ത മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. അയാൾ ആവനാഴിയുടെ കെട്ടഴിച്ചു. അത് കലമ്പിക്കൊണ്ട് താഴെ വീണു. പൊൻപിടിയുള്ള വില്ല് ചൂലിൽ നിന്നൂരി കൃഷ്ണൻ എറിഞ്ഞുകൊടുത്ത് എന്നിട്ട് വാളൂരി. നിന്റെ തലവെട്ടുന്നതോടെ തീരുമല്ലോ ഈ യുദ്ധം. ജ്യേഷ്ഠന്റെ നേരെ ക്രുദ്ധനായി ചാടിയ അർജുനനെ കൃഷ്ണൻ തടഞ്ഞു. ജ്യേഷ്ഠൻ ശോഭിച്ച് എന്തു പറഞ്ഞാലും ജ്യേഷ്ഠനാണ്, രാജാവാണ്, അത് മറക്കരുതെന്ന് കൃഷ്ണൻ ഉപദേശിച്ചു. അർജുനൻ ശകാരിച്ചു. എന്നും യുദ്ധം നടക്കുന്നതിന് അരക്കാതെ മകനെ നിൽക്കുന്ന ഭീരു. ഇവനറിയാവുന്നത് ഒന്നേ ഉള്ളൂ, തണുകുലത്തിന്റെ തോഴിയായ ചൂതാട്ട്. രാജാവാകാൻ എന്തർഹത? ദ്രൗപദിയുടെ ശയ്യ പങ്കുപറ്റുവാൻ കൂടി അവകാശമില്ലാത്ത ഭീരു. തടഞ്ഞു നിർത്തുവാൻ പാടുപെടുന്ന കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു അത്രേ. ഒറ്റയ്ക്ക് 1000 പേരെ നേരിടുന്ന ജ്യേഷ്ഠൻ ഭീമസേനൻ ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞാൽ പൊറുക്കും. ഇയാൾക്ക് എന്തവകാശം? പാണ്ഡവ സഹോദരന്മാരുടെ ഈ ശാപം ഇന്നോടെ തീരണം. കൃഷ്ണനും പരിചാരകനും 2 വൃദ്ധ ബ്രാഹ്മണരും ചേർന്ന് ഒരുവിധം അർജുനനെ അടക്കി. പരാജയ ഭീതി കൊണ്ട് താനെന്തോ പറഞ്ഞു പോയതിൽ പൊറുക്കാൻ ജ്യേഷ്ഠനെ പിന്നീട് അപേക്ഷിച്ചു. ശാന്തനായ അർജുനനും അപ്പോൾ മാപ്പ് പറഞ്ഞു. കൃഷ്ണൻ നിർബന്ധിച്ച് വീണ്ടും അർജുനനെ യുദ്ധരംഗത്തേക്ക് അയച്ചു. പാളയത്തിൽ കലാപം നടക്കുമ്പോൾ കൗരവരുടെ സഹായത്തിന് വീണ്ടും കർണൻ വന്നത് ഞാൻ കണ്ടു. കർണന്റെ ഇടം ചക്രസ്ഥാനം കാത്തിരുന്ന ദുശാസനൻ ഒരു വൻതിരയിലേക്ക് മാറി സാത്വികയുടെ നേർക്ക് കുതിക്കുന്നത് കണ്ടപ്പോൾ വഴിമുടുക്കി ഓടിക്കുവാൻ ഞാൻ വിശോകനോട് പറഞ്ഞു. ദുശാസന, ഞാൻ അലറി, ഞാൻ വരുന്നുണ്ട്. അയാൾ നിർത്തി തേർന്നിട്ട് തേർക്ക് വിട്ടു. ഞങ്ങൾ തനിച്ച ആഹ്ലാദം ഞാൻ ഒതുക്കി. തേർതെറ്റിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം അധികം നീട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എതിരാളിയുടെ പിഴവിൽ വേണ്ടി കാത്തിരുന്ന യുദ്ധം. ദുര്യോധനോടൊപ്പം താൻ ഗദായുദ്ധത്തിൽ വീരനാണെന്ന് അഹങ്കരിച്ചിരുന്ന ദുശാസനൻ വില്ല് താഴെ വെച്ച് ഗദയെടുക്കുന്നതാണ് ഞാൻ ആദ്യം കാത്തിരുന്നത്. 3ാമത്തെ പ്രഹരത്തിൽ അവൻ്റെ ഗദ തെറിച്ചുപോയി. ഞാനും ഗദ തേർത്തട്ടിലേക്ക് എറിഞ്ഞു. വെറും കൈ. ദുശാസനം വെറും കൈ. ദ്രൗപദിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നിന്റെ മാറ് വിളർന്ന് ചോര കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുള്ളവരൊക്കെ കാണുവാൻ വന്നുകൊള്ളട്ടെ. അവൻ്റെ കണ്ണിൽ ഭീതി ഞാൻ കണ്ടു. നിശാദരോട് ബാഹുയുദ്ധം ചെയ്ത് മുതിർന്ന ഭീമനെ പറ്റി അവൻ കേട്ടിട്ടേ ഉള്ളൂ. അവൻ്റെ ആദ്യത്തെ ആവേശത്തിൽ കാലും കൈയും ശിരസും ഗതയുമാക്കി മാറ്റി അടിച്ചു കയറി. പിന്നീട് ഞാൻ അങ്ങോട്ട് തുടങ്ങി. നെറ്റിക്കും ശിരസിലും ഇടചെവിയിലും തുടരെ ഞാൻ അടിച്ചപ്പോൾ ദുശാസനൻ നിലഞ്ഞു. അവൻ്റെ മുഷ്ടികൾ ഇടം കൈയാൽ തടഞ്ഞു. ഇടനെഞ്ചിലോട്ട് ഞാൻ വീഴ്ത്തി. എടുത്തു ചാടി കഴുത്തുനിൽ കാലമർത്തി നെഞ്ചും കൂടി താഴേക്ക് വിരലുകളാട്ടിയപ്പോൾ ഉരുണ്ടു നീണ്ടുവന്ന കണ്ണുകൾ ദീനസ്വരം ഉറഞ്ഞൊടുക്കി. എല്ലാ കരുത്തും പ്രയോഗിച്ച് വാരിയെല്ലുകൾ താഴ്ത്തിക്കയറ്റി കൈകൾ വലിഞ്ഞമർന്നപ്പോൾ മരവരി ചീന്തുന്ന പോലെ ശബ്ദം കേട്ടു. മുഖത്തേക്ക് ചൂടുറവ കുതിച്ചു ചാടി. പ്രതികാരത്തിൻ്റെ പൊന്നശുക പൂമാല. ചോര. 1000 രാവുകൾ രോക്ഷം കടിച്ചു പൊട്ടിച്ച ചുണ്ടുകളിൽ രുചിയറിയാത്ത ചോര.
അന്തകന്റെ മധുപർക്കം. നിവർന്നു നിന്ന എൻ്റെ കൈകളിലും മുഖത്തേക്കും ചോരയുടെ ഇളം ചൂട് പറഞ്ഞു. അവശേഷിച്ച കൗരവർ അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, വരണം, മധുപർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കൂട്ടവധം. ഇന്ന് ഭീമന് അമൃതാണ്. അവർ നിന്നു. ആരൊക്കെയോ എന്നെ വിളിച്ചു. വീണ് കിടക്കുന്ന നിശ്ചല ശരീരങ്ങൾക്കിടയിലൂടെ ഞാൻ നടന്നു. കാൽ കീഴിൽ ആരുടെയൊക്കെയോ ക്ഷീരഭൂഷണം ഞെരിഞ്ഞു. ചോര പോണ്ട മുത്തുമണികൾ തെറിച്ചു. ഞാൻ വിചാരിച്ചു, കരിഞ്ചവപ്പൂ നിറമുള്ള സുന്ദരി മൃത്യു എവിടെ കണ്ടു നിൽക്കുന്നു. ഖേദവും തോന്നി. യുദ്ധകഥകൾ കേട്ടാൽ കോരിത്തിരിക്കുന്ന മറ്റൊരു സുന്ദരി അന്ന് കാണുവാനില്ലല്ലോ എന്നോർത്തപ്പോൾ. ഇനിയാണ് കർണനുമായിട്ടുള്ള യുദ്ധം തുടരും.